അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട വഹ്ബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ വളരെ ഗംഭീരമായ ഒരു ചെറിയ വാക്കിലൂടെ ബഹുമാനപ്പെട്ടവർ നമ്മെ ഉപദേശിക്കുകയാണ്. മൻ യതഅബ്ബദ യസ്ജുദു ഖുവ്വ വമൻ യതകസ്സന യസ്ജുദു ഫത്റത. ഒരാൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് അയാൾ ചെയ്യുമ്പോഴേക്ക് അദ്ദേഹത്തിലേക്ക് ആവേശങ്ങൾ കൂടുകയാണ്. അതേ സമയത്ത് ഒരാൾ ഇബാദത്ത് ചെയ്യാതെ മടിയനാകുമ്പോൾ പിന്നീട് അയാൾ വലിയ മടിയനായി തീരുകയാണ്. ഇതിലൂടെ നമുക്ക് വലിയൊരു പാഠമാണ്. നമ്മൾ ഇബാദത്ത് ചെയ്യാൻ വലിയ മടിയന്മാരാണോ, അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യാൻ വലിയ താല്പര്യം നമുക്ക് ഉള്ളവരാണോ എന്നുള്ളത്. പലപ്പോഴും നമുക്ക് പറയാനുള്ളത് നമുക്ക് വലിയ മടിയാണ്. ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, ധാരാളം ഖുർആൻ ഓതണം, ധാരാളം നിസ്കാരങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്നും ദിക്റുകൾ ചൊല്ലണമെന്നും സ്വലാത്തുകൾ ചൊല്ലണമെന്നും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വലിയ മടിയന്മാരാവുകയാണ്. നമ്മുടെ ശരീരം അതിന് താല്പര്യപ്പെടുന്നില്ല, അതിനൊന്നും വഴിപ്പെട്ട് കെട്ടുന്നില്ല. ഒന്ന് ഖുർആൻ എടുത്തു നോക്കിയാൽ ആവേശത്തോടുകൂടെ വേണമെന്ന് കരുതി ഒന്ന് ഖുർആൻ എടുത്ത് ഓതുമ്പോഴേക്ക് നമ്മുടെ മനസ്സ് മന്ത്രിക്കാൻ തുടങ്ങുകയാണ്. മതി നിർത്ത്, കുറേ നേരമായി എന്ന്. അല്പം സമയമേ ആയിട്ടുള്ളൂ, എന്നിട്ടും നമ്മളെ ശരീരം പറയാണ് മതി എന്ന. ഇങ്ങനെയാണ് നമ്മുടെ ഇബാദത്തും നാമുമായിട്ടുള്ള ബന്ധങ്ങൾ. ഫർദ് പിന്നെ ഏതായാലും ചെയ്യണമല്ലോ എന്ന് കരുതി പലപ്പോഴും ചെയ്തു തീർക്കുകയാണ്. അവിടെയാണ് ബഹുമാനപ്പെട്ട വഹ്ബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഉപദേശം വളരെ ഗൗരവത്തോടു കൂടെ നാം കാണേണ്ടത്. എന്താണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്? ഒരാൾക്ക് ഇബാദത്തിനോട് താല്പര്യം ഉണ്ടാകണമെങ്കിൽ അയാൾ വളരെ ത്യാഗം ചെയ്ത് ഇബാദത്തിൻ്റെ പിന്നാലെ കൂടണം. അതായത് ആദ്യം ഒരാൾ ഖുർആൻ ഓതാൻ പതിവാക്കുമ്പോൾ അത് എത്ര അയാൾ അതിനു വേണ്ടി ശ്രമിച്ചാലും അയാളെ മനസ്സ്, അയാളെ ശരീരം അതിന് സമ്മതിക്കില്ല. പക്ഷേ ആ സമയത്തൊന്നും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. ആ സമയം വീണ്ടും വളരെ കഷ്ടപ്പെട്ടാണെങ്കിൽ, എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഒരു സമയം നിശ്ചയിച്ച്, ഉദാഹരണക്ക് ഒരു 2 പേജ് ഇന്ന് ഞാൻ ഖുർആൻ ഓതും, അല്ലെങ്കിൽ ഒരു 3 പേജ് ഇന്നൊരു ഖുർആൻ ഞാൻ ഓതും, അല്ലെങ്കിൽ ഒരു അരജുസ് ഇന്ന് ഞാൻ ഖുർആൻ ഓതും, അല്ലെങ്കിൽ ഒരു 100 സ്വലാത്ത് ഏതായാലും ചൊല്ലിയിട്ടേ ഞാൻ എണീക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു 100 തഹ്ലീല് ഞാൻ ചൊല്ലിയിട്ടേ മറ്റുള്ള പ്രവൃത്തിയിലേക്ക് പോവുകയുള്ളൂ എന്നുള്ള തീരുമാനം എടുത്ത് അതിന് നിർബന്ധത്തോടു കൂടെ നാം ചെയ്യുന്നവരാകണം. അങ്ങനെ പിറ്റേ ദിവസം ചെയ്യണം. അങ്ങനെ ചെയ്ത് കുറച്ച് കാലങ്ങൾ ആവുമ്പോഴേക്ക് പിന്നീട് നമുക്ക് വലിയ രസം തോന്നുകയാണ്, നമുക്ക് പിന്നീട് വലിയ ആവേശം തോന്നുകയാണ്. പിന്നീട് നമുക്ക് ആ 2 പേജ് ഓതിയ ഖുർആൻ നാം അറിയാതെ തന്നെ അത് 4 പേജിലേക്കാവുകയാണ്, നാം അറിയാതെ തന്നെ അത് അരജുസയിലേക്കാവുകയാണ്, നാം അറിയാതെ തന്നെ ദിവസം അത് 1 ജുസയിലേക്കാവുകയാണ്. സ്വലാത്തിന്റെ വിഷയം അതുപോലെ തന്നെയാണ്. ഒരു 100 സ്വലാത്ത് പതിവാക്കി നാം ചൊല്ലിയാൽ നാം തീർച്ചയായും കുറച്ച് കാലങ്ങൾ കഴിയുമ്പോഴേക്ക് അതൊരു 300 സ്വലാത്തിലേക്ക് എത്തും, അതൊരു 500 സ്വലാത്തിലേക്കും എത്തും. അങ്ങനെ എല്ലാ ദിക്റുകളും അങ്ങനെ തന്നെയാണ്. അതാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്, നിനേന നാം ഇങ്ങനെ ഇബാദത്ത് ചെയ്യുമ്പോഴേക്ക് നമുക്കതിൻ്റെ ആവേശം അല്ലാഹു ഇട്ടു തരികയാണ്. അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ നമുക്ക് വലിയ വിഷമുണ്ടെങ്കിലും, വലിയ തളർച്ച ഉണ്ടെങ്കിലും, വലിയ മടിയുണ്ടെങ്കിലും, കാരണം അത് ഇബ്ലീസാണല്ലോ, ഇനിയാൾ ഇതിൻ്റെ പിന്നാലെ പോയാൽ എനിക്ക് ഇദ്ദേഹം കിട്ടൂലല്ലോ എന്ന് അവനിക്കറിയാമല്ലോ. അതുകൊണ്ട് ആ തുടക്ക സമയത്ത് അവൻ നമ്മെ വളരെ അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി അവൻ നോക്കുന്നു. ആ സമയത്ത് പിന്മാറാൻ പാടില്ല. വലിയ ആവേശത്തോടു കൂടെ അതിൻ്റെ പിന്നാലെ കൂടിയാൽ നമുക്ക് വലിയ ആവേശം ഉണ്ടാവുകയാണ്. അതേ സമയത്ത് നാം മടിയനായിത്തീരുന്നാൽ
അതെ, ഒരു ഖുർആൻ ഓതണമെന്ന് തോന്നിയപ്പോൾ നമുക്ക് മടിയാവുകയാണ്, അതിൻ്റെ പിന്നാലെ നമ്മൾ പോവുകയാണ്. പിറ്റേ ദിവസം നാം ഓതാൻ ഇരിക്കുമ്പോൾ നാം മടിയനാവുകയാണ്, നമ്മുടെ ശരീരം പറയുന്നത് പോലെ നാം കേൾക്കുകയാണ്. അങ്ങനെ ആയിത്തീരുന്നു, നാം ഏറ്റവും വലിയ മടിയനായിത്തീരും. നമുക്ക് പിന്നെ ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുകയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നാം എത്തിപ്പെടുമെന്നാണ് ബഹുമാനപ്പെട്ടവർ നമ്മെ സൂചിപ്പിക്കുന്നത്. ഒരു സമയത്ത് നാം ഒരു കാര്യം ചെയ്യുമ്പോഴേക്ക് നമുക്ക് മടി തോന്നിയാൽ നാം ചിന്തിക്കുന്നത് എന്താണ്? ഈ സമയത്ത് വേണ്ട, കുറച്ച് ആവേശം കിട്ടിയാൽ പിന്നെ ഓതാം. ഒരിക്കലും പിന്നെ കിട്ടിയില്ല, പിന്നെ അതിനേക്കാൾ വലിയ മടിയാനായിരിക്കും, പിന്നെ അതിനേക്കാൾ വലിയ മടിയനായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് നാം എത്തിപ്പെടുന്നത്. വളരെ ജാഗ്രതയോടുകൂടെ ഈ വിഷയം നാം കൈകാര്യം ചെയ്യേണ്ടതാണ്. മായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്ന ഒരു വിഷയമുണ്ട്. ഈ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ഈ കാര്യമുണ്ടല്ലോ, ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ടവർ പറയുന്നു. വാദാ അംറുൻ മുജറബൻ അന്നൽ ഇബാദത തുനശ്ശിതു അൽ ബദന. ഇബാദത്തുകളൊക്കെയും ശരീരത്തിന് വലിയ ആവേശങ്ങൾ കൂട്ടും. അതേ സമയത്ത് അതേ വർക്കെന്നുള്ളത് അത് പിന്നീട് വലിയ ഒരു വർക്കനായി തീരും, ഉറപ്പാണ്. പിന്നെ ഒന്നിനും നമ്മൾ കിട്ടൂല. ഇബാദത്ത് പോട്ടെ, നമ്മൾ അത്യാവശ്യമുള്ള കാര്യത്തിന് പോലും നമ്മൾ കിട്ടൂല. അതേ മടിയുടെ പിന്നാലെ നമ്മുടെ ശരീരം പറയുന്നത് കേട്ട് അതിന് പിന്നാലെ വർക്കും മടി അതിന് പിന്നാലെ പോവുകയാണെങ്കിൽ നമ്മളെ പോലത്തൊരു മടിയന് പിന്നെ ദുനിയാവിലുണ്ടാവുകയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് എത്തിപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യം വേണോ, ഉന്മേഷം വേണോ, ഇബാദത്തിന്റെ പിന്നാലെ കൂടുക എന്നാണ് ബഹുമാനപ്പെട്ടവരും നമ്മെ സൂചിപ്പിച്ചിട്ടുള്ളത്. വളരെ ശ്രദ്ധേയമായ കാര്യമാണ്, ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി